ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ റിസ്ക് എടുത്ത് ഒരു മടിയുമില്ലാതെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ രക്ഷപ്പെടുത്തൽ 2013 തുടങ്ങിയതാണ്. അത് യാദൃശ്യമായി തുടങ്ങിയാണ്. ഇതിലേക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഇതിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് അന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. അത് യാദൃശ്യമായിട്ടൊരു ഉത്തരാഖണ്ഡ് യാത്ര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് കേദാർനാഥ്, ബദ്രീനാഥ് ആ സമയത്ത് മുങ്ങി. 2013 ഉത്തരാഖണ്ഡ് പ്രളയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റിംഗ് മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ അത് തന്നെയായിരുന്നു. ഒരുപാട് പേര് 7000-10000 പേര് മരിച്ചതാണ്. അത് ഗൂഗിൾ സെർച്ച് കറക്റ്റ് അറിയാണ്ട്, എന്നാലും ലോക്കൽ റിപ്പോർട്ട് വെച്ച് കൂടുതലാണെന്ന് ആ ഒരു ഇത്. അത് വെച്ചാണ് ഈ ഒരു രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന മേഖലയിലേക്ക് ഇവർ കടന്നു വരുന്നത്. ഇത്ര വലിയ റിസ്ക് ഫാക്ടർ അത് രഞ്ജിത്തിനെ ഒരിക്കലും ടെൻഷൻ അടുപ്പിച്ചിട്ടേ ഇല്ല, അങ്ങനെ കൂടിയാണോ പറയുന്നത്? എനിക്കതിനൊരു മടിയില്ല. അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നാളെ പ്രസന്റ് ഇത് അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല. ഇങ്ങനെ സ്പെഷ്യൽ ടാസ്കുകൾ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് മിഷൻ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചറസ് അല്ല, ഒരു അഴിയാത്ത കുരുക്കളൊക്കെ അഴിക്കണം എന്നൊക്കെ ഭയങ്കര അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ചെയ്യണമെന്നൊക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ